ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ നഗരസഭ ഹെൽത്ത് വിഭാഗം ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടിലെത്തി പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനാ ഫലത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് നഗരസഭ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 5ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ കഴിഞ്ഞ ദിവസം ഭക്ഷണം പാകം ചെയ്യുന്ന വീട്ടിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. തുടർന്ന് ശനിയാഴ്ച നഗരസഭ ആരോഗ്യ വിഭാഗം വീട്ടിലെത്തി നേരിട്ട് പരിശോധന നടത്തുകയായിരുന്നു. ചെങ്ങന്നൂർ വനിതാ ഐടിഐയിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്നുള്ള പരിശോധനയാണ് ഞങ്ങളിവിടെ നടത്തിയത്. ഇവിടെ ഫുഡ് സേഫ്റ്റി വിഭാഗവും ആരോഗ്യ വിഭാഗവും നേരത്തെ തന്നെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അച്ചാർ കഴിച്ചതിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായതെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കോളേജിലെ കുട്ടികളുമായിട്ട് സംസാരിച്ചാലും അവർക്ക് അച്ചാർ കഴിച്ചതിൽ ഒരു രുചി വ്യത്യാസം അനുഭവപ്പെട്ടതായിട്ട് അവർ പറയുന്നുണ്ട്. അത് എന്താണെന്ന് ശരിക്കുള്ള വസ്തുത തുടർ പരിശോധനകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് നഗരസഭ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷ പറഞ്ഞു. അതേസമയം വനിതാ ഐടിഐയിലേക്കുള്ള ഭക്ഷണത്തിൽ എങ്ങനെ വിഷബാധയേറ്റു എന്ന കാര്യത്തിൽ തങ്ങൾക്ക് അറിയില്ല എന്ന് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന രുചി കാറ്ററിംഗ് ഉടമ ബിജു പറയുന്നു. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഐടിഐ പിള്ളേർ ലേഡീസ് പിള്ളേർക്ക് 3-4 പിള്ളേർക്ക് ഭക്ഷ്യസുരക്ഷ അണുബാധയാണ്ട് ഉണ്ടായെന്ന് പറയുന്നു. അതിൽ എന്തുവാണെന്ന് അറിയത്തില്ല. കടുമാങ്ങയുടെ ഏതാണ്ടാണെന്നാണ് പറയുന്നത്. അവർ പറയും സോപ്പിൻ്റെ ഏതാണ്ട് ചുവയുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പോയി അത് നിർത്തി കഴിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് പിന്നെ ഞാൻ ഈ ഐഡിയ നടത്തുന്ന എന്നെക്കൊണ്ട് നിർബന്ധിച്ച ഐറ്റിയക്കാർ ഇത് രണ്ടാമത് കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതാണ് വലിയ പ്രശ്നം. ഞാൻ നിർത്തിയ സ്ഥാപനമാണിത്. പിന്നെ അതിൻ്റെ ലൈസൻസ് എല്ലാം എൻ്റെ കട്ടായെന്ന് പറയുന്നവർ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയേ ഉള്ളൂ സാറേ. ഞാൻ കടകടൊക്കെ മേടിച്ച് നടത്തുന്നതാണ്. അല്ല വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇത് തുടങ്ങിപ്പോയെന്നുള്ളൂ. ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ സർവേയർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. സിഡിനെറ്റ് ന്യൂസ് മാവേലിക്കര.